എന്തുകൊണ്ട് തുളസി ഇപ്പോൾ എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാവുന്നില്ല? അന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ വിവാഹം കഴിക്കാൻ തുളസി തയ്യാറായിരുന്നല്ലോ. പിന്നെന്താ ഇപ്പൊ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായേ? ആദ്യത്തിന് അന്നുണ്ടാക്കിയ പ്രശ്നങ്ങൾ ആദ്യത്തിന്റെ അമ്മ തന്നെ സോൾവ് ചെയ്യുന്ന ഞങ്ങളോട് പറഞ്ഞിരുന്നത്. പറ, ഇന്ന് എനിക്കൊരു തീരുമാനം അറിയണം. വിവാഹം എന്നത് രണ്ട് വ്യക്തികൾ തമ്മിൽ ഉണ്ടാക്കുന്ന കരാറാണെന്ന വിശ്വാസമൊന്നും എനിക്കില്ല. മനസ്സുകളുടെ പൊരുത്തമാണ് പ്രധാനം. ഇത്രയൊക്കെ ചിന്തിക്കുന്ന തുളസി പിന്നെ എന്തിനന്ന് വിവാഹത്തിന് തയ്യാറായി? വേറെന്തോ ഉദ്ദേശം അന്നുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ ഇല്ലെന്ന് തുളസിക്ക് പറയാൻ പറ്റൂ? എന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ കോമാളിയാക്കുമായിരുന്നു ലക്ഷ്യം. ആദിത്യൻ വന്ന വിവാഹ നിശ്ചയം മുടക്കുന്ന തുളസിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഞാൻ തുളസിയോട് എന്ത് ഉപദ്രവമാണ് ചെയ്തത്? തുളസിയെ ഞാൻ ഇഷ്ടപ്പെട്ടത് തുളസിക്ക് എന്നോട് ഇഷ്ടമുണ്ടാവുന്ന കരുതിയ. അതെന്റെ കുറ്റമല്ല ശ്രീഹരി. ഞാൻ ഒരിക്കലും ശ്രീഹരി അങ്ങനെ കണ്ടിട്ടില്ല. ഇപ്പോഴീ പറഞ്ഞതിന് എനിക്ക് വിശദീകരണം കിട്ടിയേ പറ്റൂ. എന്തുകൊണ്ട് എന്നെ ഇഷ്ടപ്പെടാതെ ഞാനുമായിട്ടുള്ള വിവാഹ നിശ്ചയത്തിന് തയ്യാറായി? ഇതുവരെ ആദിത്യന്റെ തോന്നിവാസമെന്ന് ഞാൻ കരുതി. പക്ഷേ ഇത്രയും തുളസി പറഞ്ഞ സ്ഥിതിക്ക് ഇനി എനിക്ക് അറിയേണ്ടത് എന്നെയും എന്റെ ചേച്ചിയും വിഡ്ഢിവേഷം കെട്ടിച്ചത് എന്തിനാണെന്നാണ്. രക്ഷപ്പെട്ടു പോവാന്ന് വിചാരിക്കണ്ട. എത്രയോ ദിവസങ്ങളായി ഞാൻ തുളസിയെ കണ്ട് ഈ കാര്യങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുന്നു. ഫോൺ വിളിച്ചെടുക്കില്ല. സംസാരിക്കാനാണ് താല്പര്യമില്ല താൻ. ലോകത്തിൽ ആദ്യമായിട്ടല്ല എൻഗേജ്മെന്റ് മുടങ്ങുന്നത്. ഇല്ലാത്ത ഈഗോ ഇക്കാര്യത്തിൽ കാണിക്കേണ്ട കാര്യമില്ല. ആദ്യം എന്നെ സ്നേഹിക്കുന്നു എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞല്ലോ. ആ വാക്കുകളിലെല്ലാം ഉണ്ട്. അവനാ പറഞ്ഞതിനപ്പുറം എനിക്കൊന്നും പറയാനുമില്ല. എല്ലാരും കൂടി ചേർന്ന് ഓരോന്നൊക്കെ പറഞ്ഞുണ്ടാക്കി. ഞാൻ എപ്പോഴേ പറഞ്ഞതാ അവരോടൊക്കെ എല്ലാം പറയാന്ന്. അത് പിന്നെ അന്നത്തെ സാഹചര്യം മോൾക്കും അറിയാവുന്നതല്ലേ. എന്ത് സാഹചര്യം? ആ മന്ത്രി എന്താ നമ്മളെ പിടിച്ച് ജയിലിൽ അടക്കുമായിരുന്നോ? അച്ഛാ, ഇത് ജനാധിപത്യ രാജ്യം. ഇവിടെ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യവും കാഴ്ചപ്പാടുകളും ഒക്കെ ആവാം. നമ്മളവരെ എല്ലാ കാര്യങ്ങളും അറിയിച്ചതാണല്ലോ. എന്തറിഞ്ഞിട്ടോ എന്ത് കാര്യം? അതിനനുസരിച്ച് ആ ദുർഗാമ്മയും കൂട്ടരും ഓരോന്ന് മാറ്റി പറഞ്ഞു കൊടുക്കുക. ആ മന്ത്രിയുടെ അനിയനാണെങ്കിൽ അത് വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഹരിയോട് മോൾ എല്ലാം വ്യക്തമായി പറഞ്ഞില്ലേ? ഓ അച്ഛാ, പക്ഷെ അയാൾക്ക് മനസ്സിലായിട്ടുണ്ടോന്നാ എന്റെ സംശയം. ഇനി ഇതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ എനിക്കിതിലൊരു പങ്കുമില്ല. എന്ത് പ്രശ്നം ഉണ്ടാവാനാ മോളെ? അതൊന്നും പറയാൻ പറ്റില്ല അച്ഛാ. ഇപ്പോഴത്തെ ഓരോ വാർത്തകൾ കേൾക്കാറില്ലേ? പ്രണയിച്ചാലും പ്രണയിച്ചില്ലെങ്കിലും കുഴപ്പം. മോള് അച്ഛനെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കല്ലേ. പേടിപ്പിച്ചല്ല, ചില കാര്യങ്ങൾക്ക് നമ്മൾ ഉറച്ച തീരുമാനം എടുക്കണം. നമുക്ക് താല്പര്യമില്ലാത്ത കാര്യം മുഖത്ത് നോക്കി ആദ്യമേ തന്നെ പറയണം. അച്ഛനും അമ്മയും ഈ കാര്യത്തില് ആദ്യം ഒന്ന് മടിച്ചു. അത് ആ മന്ത്രി ഗായത്രി ടീച്ചറും മോളും തമ്മിലുള്ള അടുപ്പം കണ്ടതുകൊണ്ടായിരുന്നു. എന്തായാലും ഇപ്പൊ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പെമ്പിള്ളേരുടെ മുഖത്ത് ആസിഡ് ഒഴിക്കുന്നതിനും ഇങ്ങനെ കുത്തിക്കൊല്ലുന്നതിനും എതിരെ കർശനമായ നിയമം ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ഇതിനൊരു അവസാനം ഉണ്ടാവൂ. ശരിയാ മോളെ. നിയമം പലപ്പോഴും ഈ കാര്യത്തിലൊക്കെ വെറുതെ ആവാറുണ്ട്. 17ഉം 20ഉം വയസ്സ് വരെ താഴത്തും തലയിലും വയ്ക്കാതെ വളർത്തിക്കൊണ്ടുവരുന്ന പൊന്നു മക്കളെയാ പ്രണയമൊന്നും പറഞ്ഞ് ഓരോരുത്തർ ഇല്ലാതാക്കുന്നത്. ഇതിനൊക്കെ എതിരെ പ്രതികരിക്കണോ അച്ഛാ? അതാ ഞാൻ പറഞ്ഞത്. ഈ മന്ത്രിയുടെ സഹോദരന്റെ ഭാഗത്തുനിന്ന് എനിക്കെതിരെ അങ്ങനെ എന്തെങ്കിലും നീക്കം ഉണ്ടായാ അതിനെതിരെ ശക്തമായി അച്ഛൻ നിൽക്കണം. മോൾ എന്തിനാ ഇങ്ങനെ നെഗറ്റീവായി ചിന്തിക്കുന്നത്? ഒന്നുമില്ല അച്ഛാ, ഞാൻ പേടിച്ചിട്ടൊന്നുമല്ല. ഇത്തരം സിറ്റുവേഷൻസ് ഒക്കെ ആരുടെ ലൈഫിൽ ഉണ്ടാവും അറിയാവുന്നതുകൊണ്ട് പറഞ്ഞതാ. വരുന്നിടത്ത് വെച്ച് കാണാന്നാ ഇത്തരം കാര്യങ്ങളിലൊക്കെ എന്റെ കണക്കൂട്ടില്. ദുർഗാന്റി, ആന്റി എന്നോട് പറഞ്ഞ കാര്യം സുലാന്റിയോട് പറഞ്ഞോ? ഇല്ല, അവളെ വിശ്വസിക്കാൻ പറ്റില്ല. ചിലപ്പോ അറിയാതെ പ്രസാദേട്ടനൊക്കെ നിൽക്കുമ്പോ പറഞ്ഞെന്ന് വരും. അതോടെ തീരുവല്ല.
ആന്റിയെ ഭീഷണിപ്പെടുത്താൻ തുളസി റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫോണിലെ സംഭാഷണം എങ്ങനെയെങ്കിലും ഡിലീറ്റ് ചെയ്യണം. അതുപോരെ? മതി. നിനക്കാവുമ്പോ ഫോൺ യൂസ് ചെയ്യാനൊക്കെ നന്നായിട്ട് അറിയാലോ. അതുകൊണ്ടാ ഞാൻ നിന്നോട് ഇക്കാര്യമൊക്കെ പറഞ്ഞത്. എനിക്കറിയാം ആന്റി, ഫോണിലെ ഏത് മെസ്സേജും ഞാൻ ഡിലീറ്റ് ചെയ്യും. ആ ടെക്നിക്കൊക്കെ എനിക്കറിയാം. അവളുടെ ഫോൺ എന്റെ കയ്യിലൊന്ന് കിട്ടിയാ മാത്രം മതി. അല്ല, ലോക്ക് പാറ്റേൺ ഒക്കെ അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ വന്നപ്പോ ഞാൻ ശ്രദ്ധിച്ചതാ. ഒരു ദിവസം ഞാൻ അവളുടെ ഫോൺ എടുത്ത് മെസ്സേജും ഫോട്ടോയും ഒക്കെ നോക്കുകയും ചെയ്തതാ. ആ ആദ്യേട്ടന്റെ എത്ര ഫോട്ടോസ് അവളുടെ കയ്യിലുള്ളെന്ന് അറിയോ? പിന്നെ കുറെ മെസ്സേജും വീഡിയോസും ഒക്കെ ഉണ്ട്. എന്റെ മോനെ കൊടുക്കാനാ അവളിതൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അതെ ആന്റി, ഇപ്പൊ തന്നെ ആ രാജവർമ്മയുടെ സംസാരം അവള് റെക്കോർഡ് ചെയ്തില്ലേ? ആന്റിയുടെ ശബ്ദം പോലും അവൾ ഇമിറ്റേറ്റ് ചെയ്തു. ശരിക്കും ഒരു ക്രിമിനൽ അവള്. അവളുടെ ക്രിമിനൽ സ്വഭാവമൊന്നും എന്റെ അടുത്ത് നടക്കാത്തതാ. പക്ഷേ ഈ പ്രശ്നത്തിൽ ഞാൻ കുടുങ്ങിപ്പോയി. ആ രാജവർമ്മ ഇത്രയും മണ്ടത്തരം കാണിക്കുന്നു ഞാൻ വിചാരിച്ചില്ല. സാരല്ല ആന്റി, എങ്ങനെയും നമുക്ക് ആ റെക്കോർഡിംഗ് ഡിലീറ്റ് ചെയ്യാം. പോരെ? നീയും മംഗളാപ്പച്ചിയും കൂടിയുള്ള പ്ലാനിങ് അങ്ങനെ തന്നെ നടക്കട്ടെ. കൂട്ടത്തിൽ ഇക്കാര്യം കൂടി ഒന്ന് നടത്തി കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. അത് നശിപ്പിച്ചാലേ എനിക്കൊരു സ്വസ്ഥത കിട്ടും. നമ്മളും നമ്മുടെ വീട്ടിൽ പോകുന്നില്ലേ? അവിടെ വെച്ച് എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടാതിരിക്കില്ല. അതി, ഇതൊക്കെ എടുത്ത് കത്തിക്ക്. അച്ഛൻ വരുമ്പോ ഇങ്ങോട്ട് വന്നോളൂ. അതേട്ടാ, കത്തിക്ക്. കുട്ടികളുടെ ഈ സന്തോഷം കണ്ടു നിൽക്കാൻ തന്നെ ഒരു രസമാണ്. ഈ ദീപാവലി ഇങ്ങനെയൊന്നും ആവുമെന്ന് വിചാരിച്ചതല്ല. എന്തായാലും ദുർഗേച്ചി ഇങ്ങോട്ട് വന്നത് വലിയ സന്തോഷമുള്ള കാര്യമായി. അതിന് കാരണേ പ്രിയയാ. ഞാൻ പറഞ്ഞല്ലോ, പ്രസാദേട്ടന് പ്രിയ കൊടുത്ത വാക്ക്. നമ്മുടെ മക്കളെ തമ്മിൽ വിവാഹം കഴിപ്പിക്കില്ല എന്നുള്ള വാക്ക്. അതോടെ എല്ലാ പ്രശ്നവും തീർന്നില്ലേ? എനിക്കാകെയുള്ള പ്രശ്നം അതായിരുന്നു. അതല്ലാതെ പ്രിയയോടോ ജയനോടോ എനിക്ക് എന്ത് ദേഷ്യ? പോരും വഴക്കൊന്നും കാണിക്കേയില്ല. എന്റെ ഭർത്താവ് അദ്ദേഹത്തിന്റെ സഹോദരിയോട് സ്നേഹം കാണിച്ചാലോ അടുപ്പം കാണിച്ചാലോ മുഖം വീർപ്പിക്കുകയില്ല. മതി. മോളെ, വേദന കുറഞ്ഞോ? ഭാഗ്യം കൊണ്ട് മോൾക്ക് ആ പടക്കം തട്ടിക്കളയാൻ തോന്നിയത്. അല്ലെങ്കിൽ ആദിയുടെ മുഖം പൊള്ളിയേനെ. നിങ്ങളൊക്കെ ഇത്രമാത്രം നിഷ്കളങ്കരായി പോയല്ലോ. അതെന്താ മോളെ? ഇത് ആദ്യം ലക്ഷ്യം വെച്ചതാണെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? ലക്ഷ്യം വെച്ചതോ? മോൾ എന്തായി പറയുന്നേ? ശരിക്കും പറഞ്ഞ ഈ പടക്കവും വെടിമരുന്ന് ചേർത്തുള്ള എല്ലാ ഐറ്റവും ഡേഞ്ചറാ. എപ്പോഴാ പൊട്ടുക, എങ്ങോട്ടാ തെറിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല. അച്ഛാ, ഇതിന്റെ പിന്നില് കൃത്യമായ പ്ലാനിംഗ് ഉണ്ടായിരുന്നു. ആതിരയുടെ പടക്കയറിന്റെ ലക്ഷ്യം മാറിപ്പോയി. അവൾ എയിം ചെയ്തത് എന്നെയായിരുന്നു. മഹാഭാഗ്യം. അല്ലെങ്കിൽ ഇപ്പൊ ആശുപത്രി നിൽക്കേണ്ടതായിരുന്നു. അമ്മയ്ക്കല്ല, ഇവളെ ഒരു പടക്കെടുത്ത് പൊട്ടിച്ച് എന്റെ തൊട്ടടുത്ത് വെച്ച. അതെങ്ങാനും ഇവന്റെ അടുത്ത് വെച്ച് പൊട്ടിയിരുന്നെങ്കിൽ ശരീരം മുഴുവൻ പൊള്ളിയനെ.
എന്നിട്ടെന്താ, എന്തൊക്കെ പറഞ്ഞാലും ആ തലതെറിച്ച തുളസി കാരണം ഇവൻ രക്ഷപ്പെട്ടു. അവളെന്താ ചെയ്തേ? തുളസി ആ പടക്കം പൊട്ടുന്നതിന് മുമ്പേ തട്ടിക്കളഞ്ഞു. അവളുടെ കൈക്ക് കുറച്ച് പൊള്ളലുണ്ട്. നല്ലതായാലും ചീത്തയായാലും ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധ ഉണ്ടാവണം നിനക്ക്. അല്ലാതെ തോന്നുന്നത് പോലെ ഓരോന്ന് കാട്ടിക്കൂട്ടുകയല്ല വേണ്ടത്. തുളസിക്ക് ധൈര്യമുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അവളുടെ കൈക്ക് നല്ല പൊള്ളലുണ്ടോ? ഏയ് ഇല്ല, ഭാഗ്യത്തിന് കുറച്ചേ ഉള്ളൂ. പ്രസാദേട്ടാ, ഞാൻ സ്നേഹത്തോടെയാണ് ചെന്നതെങ്കിലും അവര് കരുതും മനഃപൂർവ്വം പടക്കം പൊട്ടിച്ച് അപകടം ഉണ്ടാക്കാൻ ചെന്നതാണെന്ന്. ഞാനിത് പറഞ്ഞപ്പോഴേക്കും പ്രസാദേട്ടന് സംശയമായോ? എന്റെ പൊന്നു പ്രസാദേട്ട, ഇവളൊപ്പിച്ച പണിയായത്. നിന്നോട് എത്ര പ്രാവശ്യം സൂക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. ഒരു വെളിവോ ബോധവും ഇല്ലാതെ ഇവൾ ഓരോന്ന് ചെയ്യും. അമ്മ ഒരു സത്യം പറഞ്ഞു. നിനക്ക് തമാശ. നിന്റെ കാര്യത്തിലേ ഒരു 100 കണ്ണാ എനിക്ക്. ഒന്നാമതേ ചുറ്റും അസൂയക്കാരാ. എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്നും പറ്റിയില്ലല്ലോ, പിന്നെ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ഇവന്റെ കാര്യത്തില് എന്റെ മനസ്സങ്ങനെയാ. ഇവനെ ഞാൻ പ്രസവിച്ച നേരം മുതല് എന്റെ ഉള്ളിൽ ഒരു പേടിയുണ്ട്, ഇവനെ എനിക്ക് നഷ്ടപ്പെടുമോന്ന്. അതെന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല. അമ്മ എന്താ ഈ പറയുന്നേ? അമ്മയ്ക്ക് എന്നെ എങ്ങനെയാ നഷ്ടപ്പെടുന്നേ? അമ്മയുടെ മോനല്ലേ ഞാൻ. ആ ടെൻഷൻ എനിക്ക് മാത്രമേ അറിയൂ. പടക്കം നിന്റെ മുമ്പിൽ നിന്ന് പൊട്ടിയപ്പോ ഞാൻ എത്ര ടെൻഷൻ അടിച്ചോന്നറിയോ? എന്റെ കൈയും കാലും ഒക്കെ തളരുന്നത് പോലെ ആയിപ്പോയി. താൻ എത്ര നേരം ഇവളെങ്ങനെ കുറ്റപ്പെടുത്തും? ഇവൾക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയതായിരിക്കും. അതിന്റെ പേരിൽ ഇവള് നന്നായിട്ട് വിഷമിക്കുന്നുണ്ട്. ഒന്ന് നിർത്ത്. അതിരാ, നീ റൂമിലേക്ക് പോയി. ഞാൻ ഇവളെ വഴക്ക് പറയുന്നത് വിഷമിക്കാനൊന്നും വേണ്ടിയല്ല, ഇതുപോലുള്ള അബദ്ധങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാ. മാത്രവുമല്ല, ഇവനോടുള്ള എന്റെ ഇഷ്ടം എത്രമാത്രം ഉണ്ടെന്ന് ഇവൾക്ക് മനസ്സിലാവണ്ടേ? എടോ, ഇതൊക്കെ ഇവൾക്ക് അറിയാം. കുറെ കാലമല്ലേ ഇവള് തന്നെ ആദ്യമൊക്കെ കാണാൻ തുടങ്ങിയിട്ട്. പ്രസാദേണ്ണ ഇനി കൂടുതലൊന്നും പറയണ്ട. ഞാൻ എന്തു പറഞ്ഞാലും ഞാനത് എന്തുകൊണ്ടാ പറഞ്ഞതെന്നൊക്കെ ഇവക്ക് മനസ്സിലാവും. പ്രസാദേട്ട റൂമിൽ പോയി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വാ. ഓഫീസിൽ നിന്ന് വന്നല്ലേ. ഇപ്പൊ ഞാൻ ആരായി? പിന്നല്ല. അതെ, അച്ഛൻ കേട്ട പ്രശ്നമാവൂന്ന് വിചാരിച്ച ഞാൻ കൂടുതലൊന്നും പറയാത്ത. ഇവളെ തുളസിക്ക് അപകടം പറ്റാൻ വേണ്ടി തന്നെയാ ആ പടക്കം പൊട്ടിച്ചു. അല്ലടി, ഈശ്വരാ, അതേട്ടനെല്ലാം അറിഞ്ഞു കാണൂ. നീ എന്തായാലും ഒന്നും മിണ്ടാത്തെ? നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ? ഇവളെ കുറിച്ച് നീ ഇങ്ങനെയൊക്കെയാണോ വിചാരിച്ചിരിക്കുന്നത്? അമേരിക്കയിൽ ജനിച്ചു വളർന്നതുകൊണ്ട് ചില കാര്യങ്ങളൊന്നും ഇവൾക്ക് അറിയില്ല എന്ന് കരുതി ആരെ ഉപദ്രവിക്കാനുള്ള മനസ്സൊന്നും ഇവൾക്കില്ല. ഒരു കുനിഷ്ടബുദ്ധി ഇല്ലാത്തൊരു കൊച്ചാ ഇവള്. പിന്നെ ബുദ്ധിയില്ല, അതൊക്കെ ഇവളുടെ അഭിനയ. ഇവളെ പഠിച്ച കളിയാ. ആദ്യേട്ടാ, ഞാൻ കള്ളിയാണെന്നോ? ആന്റി വിളിച്ചിട്ടല്ല ഞാൻ തുളസിയുടെ വീട്ടിലേക്ക് വന്നത്. എല്ലാവരോടും സന്തോഷമായിട്ട് സ്നേഹമായിട്ട് പെരുമാറണമെന്ന് പറഞ്ഞു. എന്നിട്ടിപ്പോ ആദ്യേട്ടൻ പറയുന്ന കേട്ടോ ആന്റി? ആദി, ഇവള് മംഗളാപ്പച്ചിയുടെ കൊച്ചുമോളാ. അമേരിക്കയിൽ വെൽ സെറ്റിൽഡ് പാരന്റ്സിന്റെ മകള്, അല്ലാതെ ലോക്കൽ പോലീസുകാരന്റെ മകളല്ല. വെറുതെ വായി തോന്നുന്നത് വിളിച്ചു പറയരുത്. ഞാൻ ഇവളെ ഇത്രയും നേരം വഴക്കു പറഞ്ഞു എന്നുള്ളത് ശരി തന്നെയാ. പക്ഷേ അത് ഇവളുടെ തെറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയാ. ഇവൾക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു വാക്ക് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ നീ എന്ത് ക്രൂരമായിട്ടാടാ സംസാരിക്കുന്നത്? അതമ്മേ, എന്താടി ചിരിക്കുന്നത്? അല്ല, വീട്ടിൽ ഇരുന്നുകൊണ്ട് ആളുകളെ കൊല്ലുന്നത് പോരാഞ്ഞിട്ടാണോ ഇവളെയും കൂട്ടി റോഡിൽ ഇറങ്ങിയിരിക്കുന്നത്? നിനക്കെന്താടി ഭ്രാന്താണോ? ഇവൾ ആരെയാ കൊന്നത്? എന്നെ ആദ്യം ഇവള് കൊന്നോണ്ടിരിക്കല്ലേ. തുളസി, ഇവൾ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവളുടെ ഉപദ്രവം സഹിക്കുന്നത് ദുർഗാമയല്ലല്ലോ, ഞങ്ങളല്ലേ. പിന്നെ
നേരെ ചൊവ്വേ മനുഷ്യനോട് പെരുമാറാനോ മനുഷ്യരെ മനസ്സിലാക്കാനോ പറ്റാത്ത ഇവളെ കൊണ്ട് എന്തിനാ ഈ സാഹസം ചെയ്യിപ്പിക്കുന്നത്? റോഡിലൂടെ നടക്കുന്ന പാവപ്പെട്ട മനുഷ്യരുടെ നെഞ്ചിലായിരിക്കും ഇവളുടെ കാർ ഓടിക്കൽ. അതെ, എനിക്ക് അമേരിക്കയിലെ ലൈസൻസ് ഉള്ളതാ. അയ്യോ, അമേരിക്ക അല്ല മോളേത്, ഇന്ത്യ. ഇവിടത്തെ ആൾക്കാർക്ക് പറ്റിയ ഐറ്റം അല്ല നീ. വേഗം അമേരിക്കയിലേക്ക് തിരിച്ചു പോകാൻ നോക്കുന്നതാ നിനക്ക് നല്ലത്. ദുർഗാന്റി, ഇവള് തിരിച്ചു പോകാൻ വന്നതല്ല, ഇവിടെ തന്നെ നിൽക്കും. ഇനി അങ്ങോട്ട് ഈ കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിലും മാത്രമല്ല, ദേവമംഗലം തറവാടിന്റെ ഡ്രൈവിംഗ് സീറ്റിലും ഇവള് തന്നെയായിരിക്കും. ഓഹോ, അപ്പൊ ദുർഗമ്മ കരുതിക്കുട്ടി തന്നെയാണല്ലേ? ദേവമംഗലത്ത് ഒരു ഡ്രൈവറുടെ വേക്കൻസി ഉണ്ടെന്ന് എനിക്കിപ്പോഴാ മനസ്സിലായത്. ആ, നല്ല തീരുമാനമാണ്. മോനെ, ആ അവളെവിടെ ആന്റി? അവളുടെ കൈക്ക് എങ്ങനെയുണ്ടെന്ന് അറിയാനാ ഞാൻ വന്നത്. അവളിപ്പം വരും. കൈക്ക് പുരട്ടാനുള്ള ഓയിന്റ്മെന്റ് വാങ്ങാൻ പോയതാ. മോനിരിക്കെ. വേദന കുറഞ്ഞു എന്ന് പറഞ്ഞു. എന്നാലും നല്ല പുകച്ചിലുണ്ട്. വെടിമരുന്ന് കൊണ്ടുള്ള പൊള്ളലല്ലേ? ഇന്നലത്തെ നാടകം കണ്ടപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ചതിക്കുന്നവരെന്നും ചതിച്ചുകൊണ്ടിരിക്കും. മാറ്റം ഉണ്ടാവുന്ന കരുതുന്ന നമ്മളാ മണ്ടന്മാര്. ശരിയായിരിക്കാം. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ സ്നേഹിക്കുന്നവരുടെ മാറ്റമല്ലേ? എല്ലാം തിരിച്ചറിഞ്ഞ് നമ്മളുടെ അടുക്കിലേക്ക് അവര് വരുന്നതും അവര് നമ്മളെ സ്നേഹിക്കുന്നതുമല്ലേ നമ്മൾ കാത്തിരിക്കുന്നത്. ഇന്നലെ എല്ലാവരും കൂടി വന്നപ്പോ ഞാനും അത് ആഗ്രഹിച്ചു. അതുകൊണ്ട് ആ വരവിലെ കള്ളത്തരൊന്നും തിരയാനും പോയില്ല. ഭാഗ്യം കൊണ്ട് വലിയ അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെട്ടു. മോൻ എന്താ കുടിക്കാൻ വേണ്ടേ? ഒന്നും വേണ്ട ആന്റി. ആ, ഗണപതി അമ്പലത്തിലെ പ്രസാദമുണ്ട്, ഞാൻ അതെടുക്കാം. ആന്റി എന്റെ പഴയകാലത്തെ ഇഷ്ടങ്ങളൊന്നും ഇപ്പോഴും മറന്നിട്ടില്ലല്ലേ? അതൊക്കെ മറക്കുന്നത് എങ്ങനെയാ? എനിക്ക് എക്കാലത്തേക്ക് സൂക്ഷിച്ചു വെക്കാൻ അങ്ങനെ ചില ഓർമ്മകളല്ലേ ഉള്ളൂ. ഗണപതി അമ്പലത്തിലെ പ്രസാദത്തിന് വേണ്ടി ഞാനും തുളസി എത്ര വഴക്കുണ്ടാക്കിയിരിക്കുന്നു. ഇപ്പോഴും പ്രസാദം കിട്ടുമ്പോ അതിലൊരു പങ്ക് മോന് തരണമെന്ന് ഞാൻ വിചാരിക്കും. ദാ ആന്റി തന്നെ എന്റെ വായിൽ വെച്ചു തന്നു. ആ, ഞാനിപ്പോ വരാവേ. മാമസേ, ഇവിടെ ടോമിന്റെ ജെറിയുടെയും കളിയും കണ്ടിരുന്നോ? ആ തുളസി അവളുടെ അമ്മയും കൂടി ഇതിലും വലിയ കളിയാ നമ്മളെ കളിപ്പിച്ചോണ്ടിരിക്കുന്നത്. ആഹാ, ഇതെന്താ ദുർഗേ ഇവിളി പറയുന്നേ? കടുവയെ പിടിക്കുന്ന കിടുവേ? ദുർഗയെ കളി പഠിപ്പിക്കാൻ വേറൊരാളോ? എന്റെ അപ്പച്ചി എത്രയെന്ന് വെച്ചാ സഹിക്കുന്നത്? കണ്ണു തെറ്റിയാ ആദ്യം അവളുടെ വീട്ടിൽ കയറും. ഞാൻ മടുത്തു. ഏതാണ്ട് മാഗ്നറ്റിക് പവറാ ആ വീട്ടിലേക്ക് ആദ്യമായിട്ട് വലിച്ചെടുക്കുന്ന പോലെ. അങ്ങോട്ട് അവര് പിടിച്ചടുപ്പിച്ചോണ്ടിരിക്കും. രാജവർമ്മയുമായിട്ടുള്ള എന്റെ ഫോൺ സംസാരം എന്ന മട്ടില് തുളസി റെക്കോർഡ് ചെയ്തതെല്ലാം ഭാഗ്യം കൊണ്ട് ഇവൾക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റി. ആ സന്തോഷത്തില് തുളസിയോട് നല്ല നാല് വർത്താനവും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാ അടുത്ത പ്രശ്നം. ദാ നോക്കുമ്പോ ആദ്യം അവളുടെ വീട്ടില്. നീ വിഷമിക്കാതിരിക്കെ. എങ്ങനെ വിഷമിക്കാതിരിക്കോ അപ്പച്ചി? ഇവളുടെ സ്ഥാനത്ത് ആരായാലും വിഷമിച്ചു പോകും. ആദ്യം എറിഞ്ഞിട്ട പന്ത് പോലെ പിന്നെയും പിന്നെയും പ്രിയയുടെ വീട്ടിൽ പോകുന്നുണ്ടെങ്കിൽ അതിന് വേറെ അർത്ഥമുണ്ട്. എന്തർത്ഥം? അപ്പച്ചി, എന്റെ മോനെ കുറിച്ച് അനാവശ്യം പറയരുത്. അവൻ മാന്യത വിട്ട് ഒന്നും ചെയ്യില്ല. അതാ ആ റെക്കോർഡിംഗ് നീ സൂക്ഷിക്കേണ്ടതായിരുന്നു. അച്ഛാ, നമുക്ക് ദുർഗാമ്മയെ അത് വെച്ച് ഭീഷണിപ്പെടുത്താന്നല്ലാതെ ദുർഗാമ്മയെ കുഴപ്പത്തിലാക്കണമെന്ന ഉദ്ദേശം ഉണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ടാ ഞാനത് വേറെ എവിടെയും സേവ് ചെയ്യാതിരുന്നത്. മാത്രമല്ല, മറ്റേതെങ്കിലും ഫോണിലേക്ക് ഫോർവേഡ് ചെയ്ത് അതെങ്ങാനും പുറത്താരെങ്കിലും കേട്ടാ ദുർഗാമ്മയുടെ മാമന്റെ അവസ്ഥ എന്താവും? അതിൽ പരം നാണക്കേട് വേറെ ഉണ്ടാവാനുണ്ടോ? അത് ശരിയാ മോളെ. ദുർഗാമ്മയും ജ്യോതിഷി രാജവർമ്മയും ചേർന്ന് നടത്തിയ കള്ളത്തരം പുറത്തറിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അപമാനിതനാകുന്നത് പ്രസ തന്നെയാ. ഡിപ്പാർട്ട്മെന്റിലുള്ളവരും ഈ നാട്ടിലുള്ളവരും പ്രസയെ പിന്നെ അംഗീകരിക്കുകയോ ബഹുമാനിക്കുകയോ ഇല്ല. മൊബൈൽ ഫോണിൽ നിന്ന് എപ്പോ വേണമെങ്കിലും ഇത് ലീക്ക് ആവുകയും ചെയ്യാം. അച്ഛനും മോളും കൂടെ വലിയ ഡിസ്കഷൻ ആണല്ലോ. എന്താ വിഷയം? നമുക്ക് എന്ത് വിഷയം?
ദുർഗാമ്മയുടെ അടുത്ത തിരക്കഥ എന്തായിരിക്കും എന്നതാ ഞങ്ങളുടെ ചർച്ച. തിരക്കഥ എന്തായാലും അഭിനയിക്കുന്നത് സ്ഥിര ആൾക്കാരാണല്ലോ. അത് പിന്നെ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. ഇനിയുള്ള തിരക്കഥയിലെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാ പ്രസാദ് മാമനെ ആര് എപ്പോ ദുർഗാമ്മയും രാജവർമ്മയും ചേർന്ന് നടത്തിയ കള്ളത്തരം ബോധ്യപ്പെടുത്തുക എന്നതാ. അതിന് ആദ്യം രാജവർമ്മയെ പിടികൂടണം. അതിന് അയാളിപ്പോ നാട്ടിലില്ല അച്ഛാ. ദുർഗാമ്മ എല്ലാ കാര്യവും വിളിച്ച് അയാളെ അറിയിച്ചതോടെ അയാൾ തീർത്ഥയാത്ര എന്ന് പറഞ്ഞ് മുങ്ങിയിരിക്കുക. അയാളുടെ ഫോൺ നമ്പറിൽ മോള് വിളിച്ചോ? ഫോൺ സ്വിച്ച് ഓഫാ. അയാളെ കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല. അല്ലാതെ വേറെന്ത് വഴിയുണ്ടെന്ന് നോക്കണം. എന്താ ഇത്? അപ്പോഴേക്കും മറന്നോ? ഇതാണ് വശീകരണ മരുന്ന്. അതിന് മാമസ കൈവിഷ മരുന്നാരെന്നല്ലേ പറഞ്ഞേ? ഓ, അതാടി ഇത്. വശീകരണ തന്ത്ര ഫലസിദ്ധി ഗുളികയാ ഇത്. ഒരുപാട് കഷ്ടപ്പെട്ടാ ഞാനിത് സംഘടിപ്പിച്ചേ. ഭാഗ്യത്തിന് ഇന്ന് ആ വിക്രമം വൈദ്യര് അഗസ്ത്യാർ കൂടത്തിന്ന് വന്നത്. ആദ്യം ഇത് കഴിച്ചാലുണ്ടല്ലോ. കഴിച്ചാ എന്താ സംഭവിക്കുക? മീനിന്റെ മണം അടിച്ച പൂച്ചയെ പോലെ ആദിത്യൻ നിന്റെ പിന്നാലെ കൂടും. നിന്നെക്കുറിച്ച് മാത്രമായിരിക്കും അവന്റെ ചിന്ത. നീ മാത്രമായിരിക്കും അവന്റെ മനസ്സിൽ. എന്ന് വെച്ചാ ഊണിലും ഉറക്കത്തിലും ആതിരാ ആതിരാന്നവൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്റെ മാമസെ കേട്ടിട്ട് എന്നെ കൊതിയാവുന്നു. എനിക്ക് ചുറ്റും കറങ്ങുന്ന ആദ്യമായിട്ട്. അങ്ങനെ സംഭവിക്കണമെങ്കിലേ ആദ്യം ആദിത്യന് ഈ മരുന്ന് കഴിക്കണം. കഴിപ്പിക്കുന്ന ആരെ ഞാൻ ഏറ്റു. ഏറ്റെന്ന് പറഞ്ഞാലേ ചുമ്മാ കൊടുത്താൽ ഇവൻ കഴിക്കില്ല. രഹസ്യമായി വേണം കൊടുക്കാൻ. വേറെ എന്തെങ്കിലും മരുന്നാന്ന് പറഞ്ഞു കൊടുത്താലോ? എന്ത് മരുന്ന്? സൗന്ദര്യം കൂടാനുള്ള മരുന്നാന്ന് പറയാം. ഗ്ലാമർ കൂടെന്ന് പറഞ്ഞാ ആദ്യമായിട്ടും കഴിച്ചോളും. എനിക്ക് തോന്നുന്നില്ല. നിന്റെ കയ്യിൽ നിന്ന് ഇത് വാങ്ങി അവൻ കളഞ്ഞ അതോടെ തീർന്നല്ല. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് സംഘടിപ്പിച്ചോണ്ട് വന്നതാ. പിന്നെ എന്തെയും മാമൂസേ? അതെ, രഹസ്യമായി കഴിപ്പിക്കുക എന്നതേ മാർഗമുള്ളൂ. വല്ല ജ്യൂസിലോ ഭക്ഷണത്തിലോ ഒക്കെ കലർത്തി കൊടുക്കുക. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. നീ ഈ കലർത്തി കൊടുക്കുന്ന ഭക്ഷണം വേറെ ആരെങ്കിലും കഴിച്ചാലേ നേരെ എതിരാവും കാര്യങ്ങള്. നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ആ സുലുവങ്ങാനും കഴിച്ചാ പിന്നെ നോക്കണ്ട. അതുകൊണ്ട് ഈ ഗുളികകൾ ഭക്ഷണത്തിൽ ചേർത്ത് കൊടുക്കുമ്പോ കൃത്യമായും ഇത് ആദ്യം തന്നെ കഴിച്ചു എന്ന് ഉറപ്പുവരുത്തണം. എനിക്ക് മനസ്സിലായി. ഞാൻ കൃത്യമായിട്ട് തന്നെ കൊടുത്തോളാം. ഒരു പ്രശ്നം ഉണ്ടാവാതെ ആദ്യം കൊണ്ട് കഴിപ്പിച്ചോളാം. ഈ ഒരു വഴിയെ ഇനി നമുക്ക് പയറ്റി നോക്കാനുള്ളൂ. ഇനിയെല്ലാം നിന്റെ കയ്യില്. മാമൂസേ, ഇവിടെ വന്ന ആദ്യേട്ടനെ പരിചയപ്പെട്ട് ആദ്യേട്ടന്റെ ഇന്നസെൻസ് ഒക്കെ കണ്ടപ്പോ ഞാൻ ആദ്യേട്ടനെ സ്നേഹിക്കാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞ എനിക്കിപ്പോ ആദ്യേട്ടനില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്നുള്ള അവസ്ഥയാ. ആദ്യേട്ടൻ എന്റേതാവണം. തുളസി ആദ്യേട്ടനെ വെറുക്കണം. അതിനുവേണ്ടി ഞാൻ എന്ത് വേണേലും ചെയ്യും. അതിനെല്ലാമുള്ള ഒറ്റമൂലിയായി ഈ മരുന്ന്. ഇതുപോലെയുള്ള മരുന്ന് കഴിച്ച് എത്ര പേര് കുടുങ്ങിയിട്ടുണ്ടെന്ന് അറിയൂ? ഉടുമ്പ് പിടിക്കുന്നത് പോലെ പിടിച്ചാ പിടിവിടില്ല. അതാ ഈ മരുന്നിന്റെ ശക്തി. ഇനി ഇതെങ്ങനെ കഴിപ്പിക്കണമെന്ന് എന്റെ ആലോചന. അതെ, ആദ്യം ഇവിടെ ഉണ്ടോ? ഇല്ല, പുറത്തേക്ക് പോയിരിക്ക. പ്രസാദങ്ങളൊപ്പം പോയിട്ടുണ്ട്. അവരൊരുമിച്ച് പോകണമെങ്കിൽ എന്തോ കാര്യമുണ്ട്. അതെ മാമൂസേ, നമ്മളറിയാത്ത എന്തോ പ്ലാനിങ് നടക്കുന്നുണ്ട്. നിന്റെ ശ്രദ്ധ എല്ലാ കാര്യത്തിലും ഉണ്ടാവണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതല്ലേ? പ്രസാദും ആദിയും കൂടി എന്തെങ്കിലും പ്ലാൻ ചെയ്താ ദുർഗയ്ക്ക് ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. എപ്പോഴും നമ്മുടെ ഒരു പറയാൻ പോകുന്ന കാര്യം ഞാൻ ഒരുപാട് പ്രാവശ്യം കേട്ടതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ടെൻഷനൊന്നും തോന്നുന്നില്ല. എന്റെയും തുളസിയുടെയും കാര്യമല്ലേ അച്ഛന്റെ എക്കാലത്തെയും ടെൻഷൻ. അതൊരു തുടർക്കഥ പോലെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതെ, ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്കണം. നീ ഒറ്റ മകനാ. നിനക്ക് സഹോദരങ്ങളില്ല. നീ എന്തെങ്കിലും നിനക്കൊരു അനിയത്തി ഉള്ളതായി സങ്കല്പിച്ചു നോക്കിയിട്ടുണ്ടോ? മോനെ, സ്നേഹം എന്ന് പറയുന്നത് പങ്കുവെക്കുമ്പോൾ മാത്രം മനോഹരമാവുന്നൊരു വികാരമാണ്. ഒരു സഹോദരനും സഹോദരിയും പരസ്പരം ഇഷ്ടപ്പെടുക, എന്തിലും ഏതിലും ഒരു മനസ്സും പ്രവൃത്തിയുമായി ജീവിക്കുക,
അപൂർവമായി മാത്രം ഈ ലോകത്ത് സംഭവിക്കുന്നൊരു ബന്ധമാണ്. അത്തരം ഒരിഷ്ടത്തിന് നടുവിൽ കഴിയുമ്പോൾ പെട്ടെന്നൊരു ദിവസം ആ സഹോദരൻ അറിയുന്നു, തന്റെ ഒരു തീരുമാനത്തിലൂടെ താൻ പ്രാണന് തുല്യം സ്നേഹിക്കുന്ന ആ സഹോദരിയുടെ ജീവൻ ഈ ലോകത്തു നിന്നും ഇല്ലാതാവുമെന്ന്. അപ്പോ എന്തു തീരുമാനമായിരിക്കും ഇതറിഞ്ഞു കഴിഞ്ഞാൽ ആ സഹോദരൻ എടുക്കുക? ഞാൻ പറഞ്ഞത് എന്റെയും പ്രിയയുടെയും ജീവിതത്തെക്കുറിച്ചാണെന്ന് നിനക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അത് മനസ്സിലായി. പക്ഷേ പിന്നീട് പറഞ്ഞത് മനസ്സിലായില്ല. അച്ഛന്റെ ഏത് തീരുമാനം പ്രിയാന്റെ ജീവൻ ആപത്താവുന്നത്? എന്തർത്ഥത്തിൽ അച്ഛൻ ഈ പറയുന്നത്? നിന്റെയും തുളസിയുടെയും വിവാഹം നടന്ന തുളസിയുടെ അമ്മയ്ക്ക് ജീവൻ നഷ്ടാവും. അച്ഛൻ എന്താ ഈ പറയുന്നത്? ഞങ്ങൾ വിവാഹിതരായാൽ എന്താ സംഭവിക്കുക? അച്ഛനടുത്ത് ആരാ പറഞ്ഞേ? പറയച്ചാ. എല്ലാം ഭംഗിയാവണേ. ഈ കൈവശം ആദ്യേട്ടനെ ഏൽക്കണേ. പോയി വിളിക്കാം. എന്താടി നീ എന്ത് കാഴ്ച കാണാൻ ഇവിടെ നിൽക്കുന്നേ? ആദ്യേട്ടന് എന്തെങ്കിലും വേണമെങ്കിൽ എടുത്തുതരാം. ഓ വേണ്ട, എനിക്കുള്ളതൊക്കെ ഞാൻ എടുത്ത് കഴിച്ചോളാം. എന്താ